നമ്മള് കുറെ ദിവസമായിട്ട് വീടൊന്നും കേട്ടോ. ഇപ്പൊ സ്കൂൾ മദ്രസും കാലവശായിരിക്കാണ്. നമ്മളത് സ്കൂളിൽ വർക്കാണ്, ചിലവർക്കൊക്കെ ഉപകാരപ്പെടും കേട്ടോ. പിന്നെ ഇല പ്രിന്റിംഗ് ആണ് ഇല. അപ്പൊ കുറെ ഇലകള് വളം നമ്മള് തൊടുത്ത ഇലകളൊക്കെ കളക്ട് ചെയ്ത് തരാം. അപ്പൊ നമ്മള് കത്തിരിക്ക എടുത്ത് പോകും. അപ്പൊ ഞങ്ങള് തൊടുവിലെത്തിയിട്ടുണ്ട്. ഇനി ലീഫ്സുകളൊക്കെ ഇങ്ങനെ കളക്ട് ചെയ്ത് എടുക്കണം. അങ്ങനെ കുറെ അധികം ലിഫ്റ്റ്സുകൾ ഒക്കെ നമുക്ക് കളക്ട് ചെയ്തെടുക്കാനുള്ളതാണ്. പിന്നെ വള്ളിപ്പുല്ലിൻ്റെ ലിഫ്റ്റ്സൊക്കെ നല്ല രസമാണ്. ആകെ ചെയ്ത് മൊഞ്ചവും അങ്ങനെ ഫുൾ സെറ്റപ്പ് ഇതാണ്. ഞങ്ങൾ പിന്നെ കളക്ട് ചെയ്ത് നിർത്തി ആവശ്യം കൂടിയിട്ട് പിന്നെ ഞങ്ങൾ കളക്ട് ചെയ്യലായിരുന്നു. പിന്നെ നമ്മൾ റംബൂട്ടാൻ്റെ ഇലയും വള്ളിപ്പുല്ലിൻ്റെ ഇലയും അങ്ങനെ കുറേ ഇലകൾ എടുത്തു. പിന്നെ ചില പുല്ലിൻ്റെ ഒന്നും വെച്ച് പേരറിയില്ല. അപ്പം മുത്ത് കളക്ട് ചെയ്യുന്നുണ്ട്, ഞാനും കളക്ട് ചെയ്യുന്നുണ്ട്. ആരും ഞങ്ങൾ സഹായിക്കാനൊക്കെ അല്ല, എന്നാലും ഞങ്ങൾക്ക് വീഡിയോയിലൊന്നും ഉൾപ്പെടുത്താൻ പറ്റിയില്ല. ഞങ്ങൾ കുറേ ചെടികളെ ലീഫ്സുകളൊക്കെ പറിച്ചിട്ട് അത് ഉൾപ്പെടുത്താൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ പ്ലാവിൻ്റെ ഒത്തിരി ലീഫുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും കുറേ ലീഫുകൾ നമ്മൾക്കുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പറ്റുന്ന അത്ര ഉള്ളൂ നമ്മൾ പറിച്ചിട്ട്. അപ്പോൾ ഒരു ജീവി കടന്നുണ്ട്, നമുക്ക് ഇതിനെ കിട്ടി ചെയ്യാം. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങൾ കളക്ട് ചെയ്ത ഇലകൾ. നിങ്ങൾക്ക് ഇഷ്ടമല്ല രൂപത്തിലും വലിപ്പത്തിലും ഒക്കെ അല്ല എടുക്കാട്ടോ. നമ്മളെ ഇലകളൊക്കെ കണ്ട് ഇത് കുറെ അപ്പൊ നമുക്ക് പ്രിന്റ് ചെയ്യാലോ. വെക്കാട്ടോ. ഞാൻ ഇവിടെ എന്തേലും പേരിന്റെ ചെടി ചെറിയില്ല, അത് നിങ്ങൾ തന്നെ കമന്റ് ചെയ്യും. കാര്യങ്ങളൊക്കെ തന്നെ വെച്ചിട്ടുണ്ട്. ഇത് ഫസ്റ്റ് അതിൻ്റെ ഇത് നമുക്ക് ഇനി ഏതെങ്കിലും ഒരു കളർ എടുത്ത് ക്രയോൺ ചെയ്യാം. ഞാൻ റെഡായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം മൊത്തൊക്കെ നല്ല കളർ എടുക്കലാണ്. നന്നായിട്ട് അമർത്തി കൊടുക്കുന്നുണ്ട്. വന്നില്ലെങ്കിൽ സീനാണ്. ഇതിൻ്റെ ഇവിടെ കുറേ അല്ലാതെ ഇത് അപ്പൊ തട്ട മുത്ത് നേരെ കൊടുക്കുന്ന മുത്തുണ്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് റിസൾട്ടിലേ ഉണ്ടാക്കിയതേ മുത്തുൻ്റെ ആണോ എൻ്റെതാണോ അടിപൊളി എന്നൊക്കെ നിങ്ങൾ പറയണം കേട്ടോ. ഇങ്ങളെ കമൻ്റാണോ നമ്മളെ വലുത്. പല പല വലിപ്പത്തിനും പല രൂപത്തിലുള്ള ഇതളൊക്കെ വെച്ചിട്ട് ചെയ്തൊക്കെ നല്ല ഉപകാരമുള്ള വീഡിയോ ഒന്ന് വിചാരിക്കുന്നു. ഞാൻ ഇത് വെച്ചുകൊടുക്കാം. അപ്പം അതാട്ടെ നമ്മൾ അതിന് റോസ് കളറാണ് കൊടുക്കുന്നത്. കളർ എടുത്തിട്ട് ലാസ്റ്റ് ഇതാ ഈ രൂപത്തിലായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കംപ്ലീറ്റ് ആവാനായിട്ടോ വന്നിരിക്കുന്നത് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ലൊക്കേഷൻ ഒന്നിങ്ങനെ മറിച്ച് നോക്കിയതല്ല, ഈ ഫുള്ളേ അച്ചാ പൊയ്ച്ചാവും. പിന്നെ പറഞ്ഞിട്ട് അപ്പൊ താട്ടെ നമ്മളെല്ലാ ലീഫ് വെച്ച് ചെയ്ത് നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് കളർ കൊടുത്തിട്ട്. അപ്പൊ നമുക്ക് ഈ ലീഫ് ചെയ്യാം. അപ്പൊ താട്ടെ ഞങ്ങൾ പല രൂപത്തിൽ വെച്ചിട്ടും ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. പേപ്പറിന്റെ അടിയിൽ ലീഫ് വെച്ചിട്ട് പിന്നെ അതിന്റെ മുകളിൽ കൂടി കളർ കൊടുക്കുകയാണ്. ക്രയോൺ കൊണ്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അടിയിട്ട് ഇത് അയ്യോ ഇതെന്താ നമ്മള് ചെറിയ സീൻ പറ്റിയിട്ടുണ്ട് കേട്ടാ. അത് നിങ്ങൾ തന്നെ കണ്ട മൊത്തം വെള്ളം അമർത്തി ചെയ്തപ്പോ ഇതാണ് ഇവിടെ സ്ഥിതിയാണ് ആ കാലം പോലെ. അപ്പൊ ആ ലീഫ് ചെയ്തപ്പോ ഈ രൂപത്തിലൊക്കെയാണ് ഇതാക്കി കിട്ടിയത്. അപ്പൊ സൂപ്പറൊക്കെ തന്നെ. അപ്പൊ ഞങ്ങള് കൊറേ ഇലകൾ വെച്ച് ചെയ്തിട്ടുണ്ട്. ഇത്ര കൊള്ളി സ്വത്തിന്റെ ആളാണെങ്കിൽ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല, എപ്പോഴും ഓന് ചെയ്തോണ്ടിരിക്കാണ്. അപ്പൊ എന്താട്ടാ അവസാന റിസൾട്ട് ഇതാണ്. ഞങ്ങൾ ഓറഞ്ച് ഉപയോഗിച്ച് പലതരം കളറുകൾ ഉപയോഗിച്ചിട്ട് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മള് ഇതൊക്കെ പ്രിന്റിംഗ് ഒക്കെ ചെയ്തിട്ട് എത്തിയിട്ടുണ്ട്. നമ്മള് ഈ ഇഷ്ടമാതിരി ലീഫ് തൊടുമൊത്തത്തിൽ കൊടുക്കുന്നു. അത് മൊത്തത്തിൽ എത്തിയിട്ട് നമ്മള് ഇതില് ഓരോരോ പക്ഷികൾ ഓരോരോ രൂപങ്ങൾ പറയാണ്. മയില് അങ്ങനത്തെ മയിലൊക്കെ നല്ല രസമുണ്ടാവും.
ക്രിസ്മസ് ട്രീന്റെ ഇത് കട്ട് ചെയ്താണ്. ഇത് കണ്ടോ, ഇതൊക്കെ നല്ല രസമല്ല, ഇത് ഒക്കെ നല്ല രസമാണ്. അപ്പൊ നമുക്ക് ഇത് ഒട്ടിക്കട്ടോ, ഇലകൾ വെച്ചിട്ട് ഓരോ ജീവികളെ ഉണ്ടാക്കിയിട്ട് കാണിക്കാം. പക്ഷികളൊക്കെ ഉണ്ടോ കേട്ടോ. അപ്പൊ നമുക്ക് ഇത് ഒട്ടിച്ചു തുടങ്ങാം. അപ്പൊ ഞങ്ങൾ ഇലകൾ വെച്ചിട്ട് കുറെ മൃഗങ്ങളും കുറെ മരങ്ങളും എല്ലാം അത് ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല നമുക്ക്. അപ്പൊ അവസാനം ഇങ്ങനത്തെ രൂപങ്ങളാക്കി ഞങ്ങൾ എടുത്തിട്ട് ഇത് നമ്മളെ മുയലാണ്, ഇത് പിന്നെ നമ്മളെ മയിലാണ്, ഇത് പിന്നെ നമ്മളെ ട്രീ ആണ്, പിന്നെ ഇത് നമ്മളെ പൂമ്പാറ്റ. കുയിലും മാത്രമേ ഉള്ളൂ. ഇത്രയൊക്കെ തന്നെയുള്ള നമ്മളെ വീഡിയോ. അടുത്തൊരു വീഡിയോ ബൈ.